നമസ്കാരം പ്രിയരെ. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. ആ രോഗം മൂലമാണ് ഞാനും ഇന്ന് വീൽ ചെയറിലായത്. പക്ഷേ ഞാൻ തളർന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ തളരാൻ അനുവദിച്ചിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരാരും എന്നെ തളരാൻ അനുവദിച്ചില്ല. ഞാൻ ഈ ചക്ര കസേരയിലിരുന്ന് ലോകം കാണാൻ പോയി. പലരും എനിക്ക് കൈത്താങ്ങായി. അത് എനിക്ക് വലിയ പോസിറ്റീവ് എനർജി തന്നു. സ്പോർട്സ് ആണ് എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ഏരിയ. ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് സ്പോർട്സിൽ നിന്നാണ്. സ്പോർട്സിൽ സന്തോഷം കണ്ടെത്താൻ ഒരു കളിക്കാരനാകണമെന്നില്ല. സ്പോർട്സിനെ സ്നേഹിക്കുന്ന നല്ലൊരു ആസ്വാദകനായാൽ മതി. മെസ്സിയുടെയും റൊണാൾഡോയുടെയും ലമിൻ യമാലിന്റെയും നെയ്മർ ജൂനിയറുടെയും കളി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷവും ആവേശവും നിറച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിലെ മനോഹര മുഹൂർത്തങ്ങൾ, തട്ട് തകർപ്പൻ പ്രകടനങ്ങൾ, ഇതെല്ലാം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളായി. ധോണിയും രോഹിത്തും കോഹ്ലിയും സഞ്ജു സാംസണും ജസ്പ്രീത് ബുംറയും എല്ലാം എൻ്റെ ഇഷ്ട താരങ്ങളായി. ക്രിക്കറ്റും ഫുട്ബോളും മാത്രമല്ല, ടെന്നീസ്, ഹോക്കി, വോളിബോൾ, കബഡി, അത്ലറ്റിക്സ് തുടങ്ങിയ എല്ലാ സ്പോർട്സിനെയും ഞാൻ അതിരുകളില്ലാതെ സ്നേഹിച്ചു. കോവിഡ് കാലം മുതൽ ലോക്ക്ഡൌണിന്റെ വിഷമം അറിയാതിരിക്കാനായി പുസ്തകം വായിച്ചു തുടങ്ങി. അതെനിക്ക് പുതിയൊരു ലോകം തുറന്നു തന്നു. ജീവചരിത്രം, കഥാസമാഹാരങ്ങൾ, നോവലുകൾ തുടങ്ങിയ എല്ലാ ജോണറുള്ള പുസ്തകങ്ങളും ഞാൻ വായിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, കുറെ പ്രമുഖ എഴുത്തുകാരെ കാണാനും അവരോടൊപ്പം സംസാരിക്കാനുമുള്ള അവസരം എനിക്ക് കിട്ടി. വളരെ കുറച്ച് പുസ്തകങ്ങൾ, 250ഓളം പുസ്തകങ്ങളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് വായിക്കാനുണ്ട്. ഒരു സത്യം പറയട്ടെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വീൽ ചെയറിലാടുന്ന പോലും ഞാൻ ഓർക്കാറില്ല. ഓരോ ദിവസവും സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ ഒന്നൊന്നായി തുറന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും പിന്തുണയും പ്രാർത്ഥനയും എനിക്കൊപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.